ഇമ്പോർട്ടഡ് ഓറഞ്ചാണിത്. എന്തോ ഒരു ഓറഞ്ചാണ്, എന്ത് ഓറഞ്ചാണെന്ന് എനിക്കറിയാം, പക്ഷെ ഓഫർ ഉണ്ട് കേട്ടോ. ഇത് പഴുത്ത അവക്കാടോ, അത് പച്ച അവക്കാടോ? ഇത് ഹാസ് അവക്കാടോ. വലിയ തിരക്കില്ല, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഹലോ എവരിവൺ, അപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് പറയാൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തം ലുലു മാളിലാണ് കേട്ടോ. ലുലു മാളിൽ ഇപ്പോൾ 50% ഓഫറിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഞാനിവിടെ കയറാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഇതുവഴി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാ ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച അത്രയും തിരക്കൊന്നും ലുലു മാളിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ റീൽസിലും ഒക്കെ കണ്ടപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പോയത് വർക്കിംഗ് ഡേയിലായിരുന്നു. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും തിരക്കൊന്നും ഇല്ലാത്തതെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ നേരെ കയറി ചെന്നത് ഗ്രോസറി സെക്ഷനിലോട്ടാണ്, നമ്മുടെ ഹൈപ്പറിലോട്ടാണ് കേട്ടോ. ഹൈപ്പറിൽ കുറേ സാധനങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു. വെജീസ്, ഗ്രോസറീസ് ഒക്കെ നല്ല 50% ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ലുലു ഹൈപ്പറിലാണുള്ളത്. വലിയ തിരക്കില്ല, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ലാസേഡ് ഐസ്ക്രീമിന് ഓഫർ വരുന്നുണ്ട്. ബൈ 3 get 1 ഫ്രീ ആണ് ഓഫർ വരുന്നത്. അപ്പോൾ ഇവിടെ നിറയെ ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം എൻ്റെ പണി ഗൈസ്. ഇവിടെ എല്ലാത്തിനും ഓഫറുണ്ട്. അതായത് ഈ ആൽമണ്ടിനൊക്കെ 675 സാധനം 524 രൂപയാണ് കേട്ടോ വരുന്നത്. ക്യാഷും ആണെങ്കിൽ 650, 499. പിസ്ത വരുന്നത് 749 800 സാധനം. ഗൈസ്, പപ്പ ചോദിച്ച ഓട്സ് ഇരിക്കുന്ന 199 രൂപ. ഓഫർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ജ്യൂസ് കാര്യങ്ങൾക്കൊക്കെ ഇവിടെ എക്സ്ട്രാ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കി. അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾ ഇഡ്ഡലി ദോശ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 77 രൂപയുള്ളൂ. ഇവിടെ എല്ലാം ഓഫറുണ്ട് കേട്ടോ, എല്ലാത്തിനും. ഇമ്പോർട്ടഡ് ഓറഞ്ചാണിത്. എന്തോ ഒരു ഓറഞ്ചാണ്, എന്ത് ഓറഞ്ചാണെന്ന് എനിക്കറിയാം, പക്ഷെ ഓഫറുണ്ട് കേട്ടോ. ഇത് പഴുത്ത അവക്കാടോ, അത് പച്ച അവക്കാടോ? ഇത് ഹാസ് അവക്കാടോ. പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റം ഫ്രൂട്ട്സും വെജീസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ തവണ ലുലുവിൽ കയറിയിട്ടുണ്ടെങ്കിലും പച്ചക്കറിയുടെ സെക്ഷനിലൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കയറുന്നത് കേട്ടോ. ഒത്തിരി പച്ചക്കറികളുണ്ടായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ. ഒന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ കയറി നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഗ്രീൻ ചീര 28. സ്വീറ്റ് പൊട്ടറ്റോ 4. പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ബില്ലിട്ട് കേട്ടോ. ആകെപ്പാടെ 2 സാധനം ഉള്ളായിരുന്നുകൊണ്ട് പിന്നെ എളുപ്പമുണ്ടായിരുന്നു. ബില്ലടിക്കാൻ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്വീറ്റ് പൊട്ടറ്റോ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാ സാധനങ്ങൾക്കൊന്നും ഓഫറില്ല. ഹൈപ്പറിൽ പച്ചക്കറീസ്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസിന് മാത്രമേ ഓഫറുള്ളൂ. ഇങ്ങനത്തെ ഐറ്റംസിനൊന്നും ഓഫർ വരുന്നില്ല കേട്ടോ. സൂപ്പിൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര റേറ്റ്. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ മീറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി. മീറ്റിൻ്റെ സെക്ഷനിലാണെങ്കിൽ പാക്കറ്റിൽ ഒത്തിരി മീറ്റ്സ് നമുക്ക് എപ്പോഴും ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ലുലു വരുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ മീൻ, അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നേ. എല്ലാം ഇവിടെ അത്യാവശ്യം റേറ്റാണ്, എന്നാലും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ തരും കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി.
പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഒത്തിരി അച്ചാർ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒലിവ്, പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് വെജീസൊക്കെ അച്ചാറിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് നോക്കി, അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് ലുലു ഫാഷനിലോട്ടാണ് കേട്ടോ. ലുലു ഫാഷനിലാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് 50% സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഒത്തിരി സാധനങ്ങൾ റേറ്റ് കുറവിന് കിട്ടുന്നുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ പോലെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ബെഡ്ഷീറ്റ്, ഹോം ഡെക്കർ ഐറ്റംസ്, പിന്നെ നമ്മുടെ കുക്കിംഗ് ഐറ്റംസ്, കുക്ക് വെയർ, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ആക്ച്വലി അഫോർഡബിൾ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കയറി നോക്കണം. ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ തവണ തപ്പി നടന്നിട്ടും കിട്ടാത്ത എൻ്റെ ലാക്മേയുടെ ഒരു പ്രോഡക്റ്റ് ലുലു ഫാഷനിൽ ഉണ്ടായിരിക്കും എന്ന് കരുതി ഞാൻ നേരെ ലുലു ഫാഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെയും 50% ഓഫർ, എല്ലായിടത്തും ഓഫറാണ് കേട്ടോ. പക്ഷേ ഞാൻ തപ്പി നടന്ന സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞാൻ നിരാശയോടെ മടങ്ങുകയാണ് സുഹൃത്തുക്കളെ. എന്ത് ചെയ്യാനെന്നറിയില്ല, ആ ഷെയ്ഡ് ഒരിടത്തും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നേരെ പോയിട്ട് കുർത്താസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. എല്ലാത്തിനും ഓഫർ ഉണ്ടായിരുന്നു. 399, 599 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓഫർ. പക്ഷേ എൻ്റെ സൈസ് ഒരിടത്തും ഉണ്ടായിരുന്നില്ല, എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ. ഭയങ്കര റേറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1699 രൂപയാണ്. റിയോ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഒരൊറ്റ സാധനം ഇട്ടാൽ മതി, ഇട്ടുമായിട്ട് നിൽക്കും. സീന് സാധനം. ലേഡീസിൻ്റെ മെൻസിൻ്റെ ഒക്കെ ഫുഡ് വെയേഴ്സിന് 40%, 50% അങ്ങനെയൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. സ്കെച്ചേഴ്സ്, റീബോക്ക് അങ്ങനത്തെ ബ്രാൻഡിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓഫർ. അപ്പോൾ നിങ്ങൾ വരുന്നവരാണെങ്കിൽ ലേഡീസും ജെൻസും ഒക്കെ ആണെങ്കിൽ ഇവിടെ കയറി നിങ്ങൾ നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാത്തിനും ഓഫറുണ്ട്. പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ജൂനിപ്പറിൻ്റെയൊക്കെ കുർത്ത അങ്ങനത്തെ ഐറ്റംസിനൊക്കെ 50% ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറും എല്ലാത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക ബ്രാൻഡ്സിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി, പക്ഷേ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കയ്യിൽ ഫ്രിഞ്ചസ് ഒക്കെ ഞാനിപ്പോൾ ലുലു ഫാഷനിലാണേ ഉള്ളത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സ് ഐറ്റംസിനും ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ മേക്കപ്പ് ഐറ്റംസിന് അങ്ങനെ എല്ലാത്തിനും ഓഫർ വരുന്നുണ്ട്. ഞാനിപ്പം ലേഡീസിൻ്റെ ഡ്രസ്സ് സെക്ഷനിലാണ് നിൽക്കുന്നത്. ഭയങ്കര ഓഫറാണ് കേട്ടോ, എല്ലാത്തിനും ഓഫറുണ്ട്. അത്യാവശ്യം നല്ല ഐറ്റംസും ഉണ്ട്. സെലക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കിട്ടും. സലൻസോളി ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ ഒരു ബാഗാണേ, സൂപ്പർ. 4299. ഗൈസ്, അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ലുലുവിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ലുലുവിൻ്റെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. മാക്സിമം ഞാൻ ഓഫറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കുറച്ച് 1-2 സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വരണമെന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്തിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ. സാലഡ് ഇവിടെ ഇത് മേടിക്കും.